ഫ്രണ്ട്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഓർഡിനൻസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ പേജാണ്. അപ്പോൾ ഇതിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ. ജസ്റ്റ് ഞാൻ കാണിക്കും. ഇവിടെ ജോയിൻ അസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നോട്ടിഫിക്കേഷൻ നമ്പർ ഇതാ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനാണ് 130 വേക്കൻസി നമുക്ക് IT കഴിഞ്ഞവർക്കും പിന്നെ ഡിഗ്രി കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഒക്കെ വേക്കൻസികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം. നമ്മുടെ ചാനലിൻ്റെ സപ്പോർട്ടാവും തിരിച്ച് നിൽക്കും. അതിൻ്റേതായുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്താൽ ഇപ്പോൾ മിൽമയുടെ ഒക്കെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ IT കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കേട്ടോ. ഓക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല ക്വാളിഫിക്കേഷനുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി ഇപ്പം മിൽമയിൽ വേക്കൻസി ഉണ്ട്. പിന്നെ കസ്റ്റംസ് കൊച്ചി, പിന്നെ അതുപോലെ തന്നെ NFC, അതുപോലെ എനിക്ക് KWMLൻ്റെ വേക്കൻസി കൊച്ചി വാട്ടർ മെട്രോൻ്റെ ഉണ്ട്. അപ്പോൾ ഒട്ടനവധി വേക്കൻസികൾ ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയാൽ കിട്ടും. നേരെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ വരാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. ഇതിൻ്റെ AVNL അതായത് ആർമോഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതായത് മെഷീൻ ടൂൾ പ്രോട്ടോടൈപ്പ് ഫാക്ടറിയാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നിങ്ങളുടെ കാണാൻ പറ്റും. EN 31/16 ഡേറ്റ് വന്നിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് വന്നിരിക്കുന്ന ഡേറ്റ് 1/11/2025 ഇതിൻ്റെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് November 21 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന MPF അമർനാഥിലേക്കാണ് വേക്കൻസി നിലവിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺട്രാക്ട് ബേസിലാണ്, പെർമനൻറ്റ് വേക്കൻസി അല്ല. ഇതിലേക്ക് കോൺട്രാക്ട് ബേസിലാണ്. ഇനിഷ്യലി 1 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. പിന്നീട് എന്തെയും 4 വർഷം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മുടെ പെർഫോമൻസും അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ AVNL അംബർനാഥ് MPF അവിടേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഓരോ പോസ്റ്റിനും. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ് ഇവിടെ കേട്ടോ. ചീഫ് ജനറൽ മാനേജർ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു അഡ്രസ്സിലേക്കാണ് പിൻകോഡ് സൈതുള്ള ഈ ഒരു അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് വേക്കൻസികൾ നോക്കാം. ആദ്യം ജൂനിയർ ടെക്നീഷ്യൻ കോൺട്രാക്റ്റ് ആണ്. ഇതിൽ നമുക്ക് ടേണർ വിളിച്ചിട്ടുണ്ട്, അതുപോലെ മെഷീനിസ്റ്റ്, ഫിറ്റർ, ഇലക്ട്രോണിക് ഫിറ്റർ, ദെൻ ഇലക്ട്രിക് ഫിറ്റർ, മിൽറൈറ്റ്, എക്സാമിനർ തുടങ്ങിയിട്ടുള്ള വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ. ടോട്ടൽ വേക്കൻസി ഓക്കെ 130 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. വിവിധ റിസർവ്ഡ് വേക്കൻസികൾ ഇവിടെ കാണാം. ഇൻ കേസ് നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും എല്ലാ പോസ്റ്റിനും ജനറൽ വേക്കൻസിൻ്റെ ആർക്കാണെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പേ സ്കെയിൽ ഏകദേശം നിങ്ങളുടെ മന്ത്ലി ഒരു റെമ്യൂണറേഷൻ ആയിട്ട് കിട്ടാം 34,227 ആയിരിക്കും. പിന്നെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ ലഭിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ജൂനിയർ മാനേജർ കോൺട്രാക്റ്റ്, ഇതിൽ നിങ്ങൾക്ക് എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. 45,610 രൂപയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുക. പിന്നെ ബേസിക് പേ, പിന്നെ ഇതിൻ്റെ ഇതൊക്കെ അവിടെ കൂട്ടിയിട്ടാണ് കേട്ടോ. മറ്റേ അലവൻസ് ഒക്കെ അവിടെ കൂട്ടിയിട്ടാണ് ഒരു എമൗണ്ട് കിട്ടുക. ഒരു വേക്കൻസിയാണ്. ആ ഒരു വേക്കൻസി ജനറൽ വേക്കൻസിയാണ്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. റിസർവ്ഡ് വേക്കൻസി ഒന്നുമില്ല കേട്ടോ. ഇനി ഡിപ്ലോമ ടെക്നീഷ്യൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ടൂൾ ഡിസൈൻ ആണ്. ഇതിലേക്ക് 37,201 നിങ്ങൾക്ക് റെമ്യൂണറേഷൻ. 2 വേക്കൻസിയാണ്, രണ്ടും ജനറലാണ്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കൂടുതൽ വേക്കൻസി ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജൂനിയർ മാനേജർ എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ജൂനിയർ മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക്. ഇനി ഡിപ്ലോമ ടെക്നീഷ്യൻ ടൂൾ ഡിസൈനിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതായത് ടൂൾ ആൻഡ് ഡൈയിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ജൂനിയർ ടെക്നീഷ്യൻ കാറ്റഗറിയുള്ള പോസ്റ്റാണ്. സീരിയൽ നമ്പർ 3 മുതൽ 9 വരെ. ഇതിലേക്ക് നിങ്ങൾക്ക് അതത് ട്രേഡുകൾ, ഇപ്പോൾ ടേണറിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് IT കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് വെച്ചാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. രണ്ടും വേണം നിർബന്ധമില്ല. ഏതെങ്കിലും ഒന്ന് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മെഷീനിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് അപ്ലൈ ചെയ്യാം. അതുപോലെ NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മെഷീനിസ്റ്റിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ആണ്. ഇനി ഫിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫിറ്റർ ജനറൽ, അല്ലെങ്കിൽ മെക്കാനിക്, മെഷീൻ ടൂൾ മെയിൻ്റനൻസ്, അല്ലെങ്കിൽ ടൂൾ ആൻഡ് ഡൈ മേക്കർ, ഈ പറഞ്ഞിട്ട് ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പോ അല്ലെങ്കിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഇനി ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രോണിക് ഫിറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രോണിക് മെക്കാനിക്കൽ NTC അല്ലെങ്കിൽ NIC ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് ഇലക്ട്രിക് ഫിറ്ററിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രീഷ്യനിലോ അല്ലെങ്കിൽ പവർ ഇലക്ട്രീഷ്യനിലോ നിങ്ങൾക്ക് NIC NTC ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് മിൽറൈറ്റ് മെക്കാനിക്കലോ അല്ലെങ്കിൽ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസിലോ അല്ലെങ്കിൽ മെക്കാനിക് അഡ്വാൻസ്ഡ് മെക്കാനിക്
ടൂൾ മെയിൻ്റനൻസിലോ അല്ലെങ്കിൽ മെക്ട്രോണിക്സിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് NIC അല്ലെങ്കിൽ NTC ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി എക്സാമിനറാണ് ജൂനിയർ ടെക്നീഷ്യൻ. ഇതിലേക്ക് നിങ്ങൾക്ക് ഫിറ്ററിലോ അല്ലെങ്കിൽ മെഷീനിസ്റ്റിലോ അല്ലെങ്കിൽ വെൽഡറിലോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനിലോ അല്ലെങ്കിൽ ഫിറ്റർ ഇലക്ട്രോണിക്സിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ NIC അല്ലെങ്കിൽ NTC ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ. ഇതുണ്ട്, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ഏജ് ലിമിറ്റ് കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്ക്, അതായത് നവംബർ 21 ക്ലോസിംഗ് ഡേറ്റ്. ആ ക്ലോസിംഗ് ഡേറ്റിലേക്ക് നിങ്ങൾക്ക് 28 വയസ്സ് പൂർത്തിയായി 28 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. മാക്സിമം 28 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെയും, SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എക്സാം ഫീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒക്കെ പറയാം. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ആയിരിക്കാം. ചിലപ്പം റിട്ടേൺ ടെസ്റ്റ് മാത്രമായിരിക്കാം, ചിലപ്പം ഇൻ്റർവ്യൂവും റിട്ടേൺ ടെസ്റ്റും ഉണ്ടായിരിക്കാം. അതൊക്കെ എത്ര നമ്പർ ഓഫ് അപ്ലിക്കേഷനൊക്കെ വെച്ചായിരിക്കും അവർ തീരുമാനിക്കുക. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡൊന്നല്ലാതെ വേറെ നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടോ ഇനി എന്തായാലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന കൊടുത്തിട്ടോ അങ്ങനെയൊക്കെ ആകാം. അത് അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. മേ ബി ഇൻ്റർവ്യൂ ആയിരിക്കാം, റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും വെച്ചായിരിക്കാം. നമ്മുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന, അതായത് ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഡിഗ്രി ഇതൊക്കെ കിട്ടിയിരിക്കുന്ന മാർക്കിനെ ബേസ് ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ മിനിമം നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 65% മാർക്ക് ആണ് ഫസ്റ്റ് ക്ലാസ് ആയിട്ട്. ഇനി SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മാർക്കുള്ളവർക്കും ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാലാണ് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുത്ത് നമ്മൾ ഫില്ല് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. എന്നിട്ട് അത് ഫില്ല് ചെയ്തിട്ട് ആവശ്യമുള്ള എന്താണ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫൊക്കെ അവിടെ ഒട്ടിച്ച് നമ്മൾ സൈൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ നിങ്ങളുടെ എന്താ പറയുക കാറ്റഗറി സർട്ടിഫിക്കറ്റ്, SC ST OBC ആണ് സെൻട്രൽ പർപ്പസിൻ്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ കൂടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഇതാണ്. CGM എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാം, അമോഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ്, മെഷീൻ ടൂൾ പ്രോട്ടോടൈപ്പ് ഫാക്ടറി, ഓർഡൻസ് എസ്റ്റേറ്റ് നിൽക്കണം, അംബർനാഥ് ഡിസ്ട്രിക്റ്റ്, താനെ, മഹാരാഷ്ട്ര. പിൻകോഡ് ഇതാണ്. ഈ ഒരു ഫുൾ അഡ്രസ്സ് ഇതിലേക്കാണ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ എൻവലപ്പ് ഉണ്ടല്ലോ, പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നമ്മൾ എഴുതാൻ മറക്കരുത്. ഈ വാചകം എഴുതണം, അതായത് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് EN 31/2016 ദെൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് 1/11/2025 എഴുതാം. എന്നിട്ട് ആൻഡ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാതെ പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന് എഴുതുക. ഓക്കെ, പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്താണ്, ഫിറ്റർ ആണെങ്കിൽ ഫിറ്റർ, ഇനി അതല്ല നിങ്ങൾക്ക് അതായത് ടെക്നീഷ്യൻ ഫിറ്ററാണ് ഫിറ്റർ, ഇനി അതല്ല ടെക്നീഷ്യൻ വെൽഡറാണ് വെൽഡർ, ഏതാ പോസ്റ്റ് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് അവിടെ എഴുതാം. ഇനി ജൂനിയർ മാനേജർ ആണെങ്കിൽ ജൂനിയർ മാനേജർ എന്നുള്ളത് എഴുതിയിട്ട് നമ്മൾ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എൻവലപ്പിൻ്റെ മുകളിൽ എഴുതാൻ മറക്കരുത്, നിർബന്ധമായിട്ട് എഴുതാം. അപേക്ഷാ ഫീസ് വരുന്നുണ്ട്, 300 രൂപയാണ് അപേക്ഷാ ഫീസ്. ഫീസ് നമ്മൾ ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. എങ്ങനെയാണെന്നുള്ള അടയ്ക്കേണ്ടത് വീഡിയോയുടെ അവസാനം കാണിക്കാം. എന്നാൽ SC ST PWD അതുപോലെ എക്സ്-സർവീസ്മാൻ, EWS, ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇവർക്കൊന്നും യാതൊരു ഫീസും വേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ SC ST PWD എക്സ്-സർവീസ്മാൻ, EWS, ഫീമെയിൽ ഏത് കാറ്റഗറി ആണെങ്കിലും ഫീ വേണ്ട കേട്ടോ നിങ്ങൾക്ക്. അതുപോലെ EWS, എക്സ്-സർവീസ്മാൻ ഇവർക്കൊന്നും റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനൊന്നും ഫീ വേണ്ട. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫീ അടച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിൻ്റെ എന്താണ് ഫോട്ടോ കോപ്പി നമ്മൾ അപേക്ഷയുടെ കൂടെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ വെച്ച് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഇതാണ് അപേക്ഷാ ഫോം. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അവിടെ കാണാമെങ്കിൽ MPF അംബർനാഥ്. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് 21 നവംബർ ആണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അത് ഓപ്പൺ ആക്കാൻ, നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഓപ്പൺ ആക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇത് താഴോട്ട് ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ താഴെ തന്നെയാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്, അപ്ലിക്കേഷൻ ഫോം തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം പേജ് നമ്പർ 10 അപ്പോൾ ഇതാണ് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ പേജ് ഒരു 10 പേജ് നമ്പർ ഇതാ. ഓക്കെ, ഇതിൽ നമുക്ക് 17 അല്ലല്ല. ഓക്കെ, പേജ് നമ്പർ 10 ഈ ഒരു ഭാഗം നമ്മൾ പ്രിൻ്റ് എടുക്കണം. ഈ ഒരു പേജ് പ്രിൻ്റ് എടുക്കണം. ദെൻ ഈ സെക്കൻഡ് പേജ് നമ്മൾ പ്രിൻ്റ് എടുക്കണം. ഓക്കെ, അങ്ങനെ 2 പേജാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻ ഫോം ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒന്നെങ്കിൽ ജൂനിയർ മാനേജർ ആണെങ്കിൽ ജസ്റ്റ് അതിൽ ടിക്ക് ചെയ്യുക, ബാക്കി എന്ത് ചെയ്യുക, ജസ്റ്റ് വരച്ച് കളയുക കേട്ടോ. ഓക്കെ, ഇനി പോസ്റ്റ് അപ്ലൈഡ് ഏത് പോസ്റ്റിലാണ്, ഇപ്പം നിങ്ങൾ ജൂനിയർ മാനേജർ എൻവയോൺമെൻറ്റൽ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ എനിക്ക് ഏതാണോ കാറ്റഗറി, അതായത് നമുക്ക് പോസ്റ്റ് നെയിം ഉണ്ടല്ലോ, ആ പോസ്റ്റ് നെയിമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ജസ്റ്റ് കാണിക്കുന്നത് അവിടെ കാണാൻ. ജൂനിയർ ടെക്നീഷ്യൻ ആണെങ്കിൽ ജൂനിയർ ടെക്നീഷ്യൻ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂനിയർ മാനേജറാണ് ഞാനവിടെ സെലക്ട് ചെയ്തത്. ജൂനിയർ മാനേജർ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പോൾ പോസ്റ്റ് നെയിം നമ്മളിവിടെ എന്ത് ചെയ്യുക, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നുള്ളത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എഴുതി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് റീസെൻ്റ് ആയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക, എന്നിട്ട് സൈൻ ചെയ്യുക ക്രോസ് ആയിട്ട്, കുറച്ച് ഫോട്ടോയിലും ബാക്കി
ഫോമുലയായിട്ട്. പിന്നെ ഇവിടെ നിങ്ങളുടെ പേരൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. ഇതൊക്കെ ബേസിക് ഡീറ്റെയിൽസ്, ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, അതൊക്കെ ബേസിക് കാര്യങ്ങളും, ഇമെയിൽ ഐ ഡിയും ആധാർ നമ്പറും ഇതൊക്കെയാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ SBI കളക്റ്റിലൂടെയാണ് നമ്മൾ അടയ്ക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചലാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മളിവിടെ കൊടുക്കുക. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ 1 നമ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഓക്കെ, 10ാം ക്ലാസ് ഏറ്റവും ഫസ്റ്റ് ചെയ്താൽ, പിന്നെ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ IT ആണെങ്കിൽ IT, അങ്ങനെ ഓർഡറിൽ ചെയ്താൽ. സ്റ്റാർട്ടിങ് എന്തായിരിക്കണം, 10ാം ക്ലാസ് ആയിരിക്കണം എഴുതേണ്ടിട്ട്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഏറ്റവും ആദ്യം കഴിഞ്ഞ ക്വാളിഫിക്കേഷൻ അതാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. ദെൻ ഹയസ്റ്റിലേക്ക് വരിക കേട്ടോ. പെർസെൻറ്റേജ്, ഇയർ ഓഫ് പാസിങ്, പഠിച്ച സ്കൂളിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ അത് ഫില്ല് ചെയ്ത് പോവുക. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കണം എന്ന് പറയുന്നു. പിന്നെ ഡിക്ലറേഷൻ ഇത് ഫില്ല് ചെയ്യുക, എന്നിട്ട് നമ്മൾ പ്ലേസ്, ഡേറ്റ് ചെയ്താൽ സിഗ്നേച്ചർ. ഓക്കെ, പിന്നെ ചെക്ക് ലിസ്റ്റ് ആണ് ഇത്. നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഡോക്യുമെൻറ്റ്സ് വെക്കുന്നത് വെച്ചാൽ, നിങ്ങളവിടെ ഉള്ളത് യെസ് എന്ന് എഴുതാം, ഇല്ലാത്തത് നോ എന്ന് എഴുതാം. ഓക്കെ, ഉള്ളത് നിങ്ങൾ യെസ് എന്ന് എഴുതണം. ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ വെക്കുന്നത്, ഫോട്ടോസ്റ്റാറ്റ്, സെൽഫ് അറ്റസ്റ്റ് ഇത് വെക്കുമല്ലോ, അപ്പോൾ അതിലുള്ളത് യെസ് ചെയ്താൽ, ഇല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നോ എന്ന് എഴുതാം കേട്ടോ. അത് കംപ്ലീറ്റ് ഇതാക്കുക, എന്നിട്ട് ഡിക്ലറേഷൻ വായിക്കുക, എന്നിട്ട് ഡേറ്റ്, നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര്, എന്നിട്ട് സൈൻ ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്താൽ നമ്മുടെ അപേക്ഷാ ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഫീ അടയ്ക്കണം. ഫീ അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ടേബിളിലേക്ക് വരുമല്ലോ. ഇവിടെ എക്സാം ഫീ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാം ഫീ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ആക്കുക. ഓക്കെ, അത് നമ്മൾ നേരെ SBI കളക്റ്റിലേക്കാണ് വരിക. ഓക്കെ, SBI കളക്റ്റിലേക്ക് വരും. ജസ്റ്റ് ഞാനത് ഒന്ന് കാണിക്കാം കേട്ടോ. നമ്മൾ മൊസിലയിൽ അത് വർക്ക് ചെയ്യുന്നില്ല, നമുക്കിത് SBI കളക്ട് എടുക്കാം. ഞാനതൊന്ന് റീലോഡ് ചെയ്യട്ടെ. SBI കളക്റ്റിൻ്റെ ഹോം പേജാണ് നിങ്ങൾക്ക് കാണാം ഇവിടെ. ഈ SBI കളക്റ്റിൻ്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ജസ്റ്റ് കാണിക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം കേട്ടോ, എങ്ങനെയാണ് നമുക്ക് ഫീ അടയ്ക്കേണ്ടതാണ്. ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഇത് കാണാം. അപ്പം നമ്മൾ ഇതാണ് SBI കളക്റ്റിൽ. SBI കളക്റ്റിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ ATM കാർഡ് യൂസ് ചെയ്തിട്ടും ഫീ അടയ്ക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് UPI ആണെങ്കിൽ UPI ഉപയോഗിച്ചിട്ട്, അതായത് ഗൂഗിൾ പേ, അതൊക്കെ ഉപയോഗിച്ചിട്ട്, നിങ്ങൾക്ക് ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് ഫീ അടയ്ക്കാം. അപ്പോൾ SBI കളക്റ്റിൻ്റെ ഹോം പേജിൽ നമ്മുടെ എക്സാം ഫീ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗവൺമെൻറ് ഓർ PSU എന്നുള്ളത് കാണാൻ പറ്റും. അതിലാണ് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇങ്ങനെ വരും. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, കാറ്റഗറി ഒക്കെ സെർച്ച് ചെയ്യണം. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിൽറ്റർ ബൈ സ്റ്റേറ്റ് എന്നുള്ളത്. അതിൽ നമ്മൾ തമിഴ്നാട് സെലക്ട് ചെയ്യാം. ഓക്കെ, തമിഴ്നാടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മളിവിടെ തമിഴ്നാടാണ് സെലക്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മളത് തമിഴ്നാട് സെലക്ട് ചെയ്യും. ഓക്കെ, തമിഴ്നാട് സെലക്ട് ചെയ്യാം. തമിഴ്നാട് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇവിടെ അതിൻ്റെ കീഴിലുള്ള ഇത്തരം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ നമ്മൾ നെക്സ്റ്റ് പേജ് അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നെക്സ്റ്റ് പേജ് അടിച്ചാൽ തന്നെ ഇത് കിട്ടും. നെക്സ്റ്റ് സെക്കൻഡ് പേജിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആമഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഫുൾ അഡ്രസ്സും ഓക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ നമ്മൾ എന്താണ് പേയ്മെൻറ്റ് കാറ്റഗറി കാണാം. ഈ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഓക്കെ, പേയ്മെൻറ്റ് കാറ്റഗറിയിൽ നമ്മൾ MTPF, ഓക്കെ, മിസലേനിയസ് എംപ്ലോയി റീഫണ്ട് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. MTPF എടുക്കാം. ഓക്കെ, MTPF നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിൽ നമുക്ക് മിസലേനിയസ് ആണ്. MTPF ഇതാണ് MTPF മിസലേനിയസ് എംപ്ലോയി റീഫണ്ട് ആണ്. അത് നമ്മൾ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ ബാക്കി ഒരു നമുക്ക് ഫോം ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ പേഴ്സണൽ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ, പാൻ കാർഡ് ഇല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ കേട്ടോ. ഇതിലേതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. ഓക്കെ, ഈ പേഴ്സണൽ നമ്പർ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, പേഴ്സണൽ നമ്പർ എന്നുള്ളിടത്ത് നമ്മൾ അതേതെങ്കിലും ഒരു നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ പേര് എഴുതാം. അതിനുശേഷം ബിൽ നമ്പർ എന്നുള്ളിടത്ത് ഇതാ നിങ്ങൾക്കിവിടെ കാണാം. അതൊക്കെ ഇതിലുണ്ട്. ബിൽ നമ്പർ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ എക്സാം ഫീ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ബിൽ നമ്പറിനോടത്ത് എക്സാം ഫീ എന്ന് കൊടുക്കാം. ഇനി ഡേറ്റ് എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടത് സെലക്ട് ഡേറ്റ്, നമ്മൾ പേ ചെയ്യുന്ന ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പം 9/11/2023, 9/11/2025 അതാണ് അവിടെ കൊടുക്കേണ്ടത്. മൊബൈൽ നമ്പർ നിങ്ങളുടേത് കൊടുക്കുക. അതിനുശേഷം സെക്ഷൻ ഓർ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ സെക്ഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഇതാണ്, HR സെക്ഷൻ, എന്നിട്ട് കോമട്ടിട്ട് ബ്രാക്കറ്റിൽ MTPF എന്ന് കൊടുക്കുക. ഓക്കെ, അതോടെ അടിച്ചു കൊടുക്കുക. ഇനി റിമാർക്ക് എന്നുള്ളിടത്താണ്. റിമാർക്ക് എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടത് ഫോർ എൻഗേജ്മെൻറ്റ് അണ്ടർ ഫിക്സ്ഡ് ടേം എന്നുള്ളത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതേപോലെ നിങ്ങൾ റിമാർക്കിലൂടെ കൊടുക്കാം. അതിനുശേഷം എമൗണ്ട് എന്നുള്ളത് 300 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 300 എന്നുള്ളവിടെ അടിച്ചു കൊടുക്കുക. 300 എന്നുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക, എത്ര എമൗണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത്.
ഇനി അടുത്ത വേറൊരു റിമാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക്. ആ റിമാർക്ക് നമ്മൾ കൊടുക്കേണ്ടത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ അടിച്ചു കൊടുക്കുക പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ഫിറ്റർ ആണോ, ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ ആണോ, അല്ലെങ്കിൽ മറ്റേ ജൂനിയർ മാനേജർ ആണോ, ഏതടിച്ച് നിങ്ങൾ അത് അടിച്ചു കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽസ്. ഇതിന് ശേഷം പിന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നിങ്ങളുടെ പേരും ഇനി മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഇവിടെ വീണ്ടും കൊടുക്കുക. അതിന് ശേഷം റീഡ് ചെയ്തു എന്നുള്ളത് കൊടുക്കുക, ക്യാപ്ച അടിക്കുക. നെക്സ്റ്റ് പേജിലേക്ക് പോയി നമ്മളത് വെരിഫൈ ചെയ്യുക, എത്രയാണ് എമൗണ്ട് എന്നൊക്കെ അവിടെ കാണിക്കും, നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. അങ്ങനെ നമ്മൾ കൺഫേം ചെയ്ത് നിങ്ങൾക്ക് UPI അതായത് ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് അടിക്കാം. പേയ്മെൻറ്റ് അടിച്ചാൽ അതിൻ്റെ ചലാൻ അത് കിട്ടും, റെസിപ്റ്റ് കിട്ടും. റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിൻ്റ് എടുക്കുക, അത് നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കൂടുതലൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.